ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. +2 ഇക്കണോമിക്സിന്റെ മോഡൽ എക്സാം ഒക്കെ നമുക്ക് അടുത്തു. മോഡൽ എക്സാം എല്ലാം ഒരു ആഴ്ച ഇല്ല അല്ലെ. ഇനി നമുക്ക് 17-ാം തീയതി മുതൽ ക്ലാസ് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 21-22 കൂടി എക്സാം ഒക്കെ കഴിയും. സോ നമ്മൾ +2 ഇക്കണോമിക്സിലെ മൈക്രോയിൽ നിന്നും മാക്രോയിൽ നിന്നും എത്രത്തോളം ടോപ്പിക്സ് ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോ പാഠത്തിൽ നിന്നും പഠിക്കണം എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ നോക്കുന്നത്. 2 ഭാഗവും നോക്കുന്നുണ്ട്. അതായത് മൈക്രോയും മാക്രോയും നമ്മൾ നോക്കുന്നുണ്ട്. രണ്ടിലും നമുക്കിപ്പോൾ മൈക്രോയിൽ 5 പാഠവും മാക്രോയിൽ 6 പാഠമാണ് ഉള്ളത്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ മോഡൽ എക്സാമിന് ശേഷം, അതായത് ഇപ്പോൾ മോഡൽ എക്സാം നമുക്ക് 17-ാം തീയതി മുതൽ 22-ാം തീയതി 23-ാം തീയതി കഴിയുമല്ലോ. നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് ഒരു 10 ഡേയ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 ദിവസം അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ബിസിനസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒക്കെ പരീക്ഷയ്ക്ക് 100% വരും എന്നുറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങളെ സ്പെഷ്യലായിട്ട് പഠിപ്പിക്കാം. അതായത് ഓൺലൈനായിട്ട് തന്നെയാണ്, ലൈവ് സ്ട്രീമൊക്കെ തന്നെയാണ്. 10 ദിവസം നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റുകളിലെല്ലാം എത്രത്തോളം അറിയാൻ പറ്റും. അതായത് നമുക്ക് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന മെയിൻ ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുക. അരിച്ചു പറിക്കെല്ലാം എന്നല്ല. ഫൈനൽ എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് അറിയാത്ത മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഒരു റിവിഷനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിന് പറയാം. 10 ദിവസത്തെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിപ്പോൾ ഈ മോഡൽ എക്സാമോട് കൂടി നിങ്ങളോട് പറയും. മോഡൽ എക്സാമിന് ശേഷം വെക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എനിക്കിത് അറിയുമോ അറിയില്ലേ എന്നുള്ളത്. ആ ഒരു മോഡൽ എക്സാമിൻ്റെ ആ ഒരു വീക്ക്, എക്സാം കഴിഞ്ഞുള്ള ആ ഒരു വീക്ക് നിങ്ങൾ നല്ല സ്റ്റഡി ആയിരിക്കും. അതെല്ലാവരും എങ്ങനെ തന്നെയാണ് നമുക്ക് 2-ാം തീയതി വരെ അങ്ങനെ ഒരു 10 ദിവസത്തെ ക്ലാസ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിൻ്റെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് പോവാം. ഓരോ ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് പറയാം. പിന്നെ ക്രാഷ് ബാച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ ഒരു ഫോൺ നമ്പറിൻ്റെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞാലും മതി. ഓക്കെ. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ 4 ടോപ്പിക്ക് എഴുതിയിട്ടുള്ളൂ. 4 ടോപ്പിക്കിൽ ഫസ്റ്റ് വൺ എന്താണ്? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. ഏറ്റവും ആദ്യം പഠിക്കേണ്ട സെൻട്രൽ പ്രോബ്ലംസ്. 3 സെൻട്രൽ പ്രോബ്ലംസ് ആണ് നമുക്കുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൂം ടു പ്രൊഡ്യൂസ്. ആർക്ക് ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം, എന്തുണ്ടാക്കണം എന്നുള്ളതായിരുന്നു സെൻട്രൽ പ്രോബ്ലംസ്. ഈ സെൻട്രൽ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറുള്ളത് 3 മാർക്കിനാണ് കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ PPC കർവ് ഇങ്ങനെ വരച്ച് ഇവിടെ ഒരു പോയിന്റ്, ഇതിലൊരു പോയിന്റ്, ഇതിലൊരു പോയിന്റ്, ഇതെന്താണ് ഡിനോട്ട് ചെയ്യാം. എഗെയിൻ 3 മാർക്കാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളതിന് നമ്മൾ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഗ്രോത്ത്, effective utilization and under utilization. Then micro macro തമ്മിലുള്ള ഡിഫറൻസ്. മൈക്രോ എക്കണോമിക്സ് സ്മോൾ ആണ്, ഇൻഡിവിജ്വൽ സ്റ്റഡി ആണ്. മാക്രോ എക്കണോമിക്സ് അഗ്രിഗേറ്റ് സ്റ്റഡി ആണ്. നമുക്ക് എന്താ പറയുക, ഇത് പാർഷ്യൽ ഇക്വിലിബ്രിയം, ഇത് അഗ്രിഗേറ്റ് ഇക്വിലിബ്രിയം എന്നൊക്കെ വിളിക്കാം. ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. എക്കണോമി ആസ് എ വോൾ ആയിട്ടാണ് മാക്രോ കാണുന്നത്. മൈക്രോ എന്ന് പറയുമ്പോൾ വേർംസ് ഐ വ്യൂ ആണ്, മാക്രോ എന്ന് പറയുമ്പോൾ ബേർഡ്സ് ഐ വ്യൂ ആണ്. പിന്നെ കുറച്ച് എക്സാമ്പിളിലൊക്കെ എഴുതിയൊക്കെ ഒരു 4 പോയിന്റ് കേട്ടോ. ദെൻ ടൈപ്സ്, ഇത് നമുക്ക് 4 മാർക്കിനൊക്കെയാണ് ചോദിക്കാറ്. ടൈപ്സ് ഓഫ് ഇക്കോണമി നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് ഇക്കോണമി എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സ്ഡ് ഇക്കോണമി ഉണ്ടല്ലോ, അതാണ് പഠിക്കേണ്ടത്. അതായത് മാർക്കറ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി ആൻഡ് മിക്സ്ഡ് ഇക്കോണമി. അവിടുത്തെ ഡിഫറൻസുകൾ പഠിച്ചാലും മതി. ഈ 4 ടോപ്പിക്ക് നിങ്ങൾ ചാപ്റ്റർ 1-ൽ നിന്ന് പഠിക്കാത്തവരുണ്ടെങ്കിലും പഠിത്തം സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിലും 1-ാം പാഠം തന്നെ ആദ്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് 4 ടോപ്പിക്കായി പഠിച്ചാൽ മതി. 2-ാം പാഠം നമ്മൾ നോക്കുമ്പോൾ 2ാമത്തെ ചാപ്റ്റർ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ് വരുന്നത്. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ തിയറി ഓഫ് ഫേം അണ്ടർ കൺസ്യൂമർ, അതായത് ബിഹേവിയർ. കൺസ്യൂമറിനെ കുറിച്ചിട്ടുള്ള പാഠാണ്. സാധനങ്ങൾ വാങ്ങുന്നവരെ അവർക്ക് എന്തൊക്കെ ഉണ്ട്, നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തൊക്കെ ടോപ്പിക്കുകൾ ഇതിൽ കവർ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കൺസ്യൂമറിൽ നമുക്ക് 2 സെക്ഷനായിട്ട് നിങ്ങൾ പഠിക്കുക. 2 സെക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കൺസ്യൂമറിന്റെ ബഡ്ജറ്റ് ലൈൻ ആക്കാം, പിന്നെ 2ാമത്തെ ഒരു ഡിമാൻഡ് ആയിട്ട് തിരിക്കാം. 2 സെക്ഷനായിട്ട് ഇത് പഠിക്കാം. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ബഡ്ജറ്റ് ലൈനിന്റെ പ്രോബ്ലം ആണ്. ഇത് 8 മാർക്ക് മുതൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്.
പ്രോബ്ലം എന്ന് പറയുമ്പോൾ 8 മാർക്കില് നിങ്ങൾ എന്താണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ, ഇപ്പൊ ഇൻകം പ്രൈസ് തരും ഇക്വേഷന്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, അതെങ്ങനെ വരയ്ക്കാം, അതിന്റെ ഷിഫ്റ്റ്, ഇപ്പൊ ഇൻകം ഇൻക്രീസ് ചെയ്തു, പ്രൈസ് ഓഫ് ഗുഡ് 1 ഇൻക്രീസ് ചെയ്തു, പ്രൈസ് ഓഫ് ഗുഡ് 2 ഇൻക്രീസ് ചെയ്തു, വാട്ട് ഹാപ്പൻ ദ ബഡ്ജറ്റ് ലൈൻ, ഡ്രോ ദം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 8 മാർക്കിന്റെ ചോദ്യം വരാം. അതിന്റെ പ്രോബ്ലം വീഡിയോ ഒക്കെ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട് കേട്ടോ, ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ മോഡൽ എക്സാം മുൻനിർത്തി നമ്മൾ സ്പെഷ്യൽ പ്രോബ്ലം വീഡിയോസ് ഒക്കെ ചെയ്യേ. പിന്നെ കൺസ്യൂമർ ഇക്വിലിബ്രിയം 8 മാർക്കിന്റെ അഗെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ, ഈ ഒരു കർവ് വരയ്ക്കണം കേട്ടോ, ബഡ്ജറ്റ് ലൈൻ വരച്ചിട്ട് ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ്, ഫിഗർ വരയ്ക്കുക, കൺസ്യൂമറിന്റെ ഒപ്റ്റിമം ചോയ്സ് ആണ്, അവിടെ സ്ലോപ്പും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെ ഈക്വൽ ആണ്. പിന്നെ ഇൻഡിഫറൻസ് കർവ് രണ്ടും അറ്റാച്ച് ചെയ്തതാണ് ഇക്വിലിബ്രിയം, ബിക്കോസ് ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ 1നേക്കാൾ 2ലാണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ എക്സ്പ്ലനേഷൻ നല്ല രീതിയിൽ കൊടുക്കാം. എന്നാലേ നമുക്ക് ആ 8 മാർക്ക് അവിടെ കിട്ടുള്ളൂ കേട്ടോ, വെറുതെ ഒന്നും കിട്ടില്ല. ആവശ്യമുള്ളത് എഴുതിയാലും 8 മാർക്ക് കിട്ടും, കുറെ വലിച്ചു വാരി എഴുതിയാലും കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് 3 മാർക്ക് 4 മാർക്കിന്റെ ഒക്കെയാണ് കേട്ടോ ചോദിക്കാറ്. കാരണം 3-4 മാർക്ക് പറയാനുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം പല രീതിയിലാണ് മാർക്കും ക്വസ്റ്റ്യൻസും പാറ്റേൺ ഒക്കെ ആയി വരുന്നത്. ഒന്നുകിൽ 4 മാർക്കിന്റെ 5 ചോദ്യം, അല്ലെങ്കിൽ 5 മാർക്കിന്റെ 4 ചോദ്യം, ഇങ്ങനെയാവാം. അല്ലെങ്കിൽ 3 മാർക്കിന്റെ 8 ചോദ്യം, 2 മാർക്കിന്റെ 6 ചോദ്യം, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കാറ്റഗറി പോവാ. അപ്പൊ എല്ലാത്തിനും ബേസിക് ആയിട്ടുള്ള ഒരു മാർക്കാണ് ഇടുന്നത്. ദെൻ ഇൻഡിഫറൻസ് കർവ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് ആണ്. ഇൻഡിഫറൻസ് കർവ് എന്താ, ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ചു വെക്കുക. ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ഒറിജിൻ ആണ്, ഹയർ ലെവലിലെ ഇൻഡിഫറൻസ് കർവ് ആണ് ഹയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന. കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് നോൺ ആസ് ഇൻഡിഫറൻസ് മാപ്പ്, ദേ ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. പിന്നെ സ്ലോപ്പ്, അങ്ങനെ ഒരു 4 ഫീച്ചേഴ്സ് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടലി നമുക്ക് 2 മാർക്കിന്റെ പ്രോബ്ലം ആയിട്ട് ചോദിക്കും. ഇൻഡിവിജ്വൽ ഡിമാൻഡ് തന്നിട്ട് മാർക്കറ്റ് ഡിമാൻഡ് നമ്മൾ ഹൊറിസോണ്ടലി ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. പ്രോബ്ലം വീഡിയോയിൽ പറയാം കേട്ടോ. കോൺട്രാക്ഷൻ എക്സ്പാൻഷനും എന്താണ്, മൂവ്മെന്റ് അലോങ് ദി സെയിം കർവ്. ഡിമാൻഡ് കർവ് ഇങ്ങനെയാണ്, അതിലിതാ കണ്ടോ ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അപ്പൊ എന്താണ് കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ, സെയിം ഫിഗർ സെയിം തന്നെയാണ്, പക്ഷെ മേലോട്ടും താഴോട്ടും മൂവ് ചെയ്തു, അതിനെയാണ് നമ്മൾ കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. വരയ്ക്കാം, പഠിക്കാം. മൈക്രോ എക്കണോമിക്സിൽ നിങ്ങൾക്ക് മാർക്ക് ഏറ്റവും കൂടുതൽ കൂടാനുള്ള ഫസ്റ്റ് ചാൻസ് നിങ്ങളുടെ കർവിന്റെയും ഫിഗറിന്റെയും എക്സ്പ്ലനേഷൻ ആണ്. ഏത് ടോപ്പിക് പറഞ്ഞാലും നിങ്ങൾ അതിന്റെ കർവ് എക്സ്പ്ലനേഷൻ കൊടുത്തു വെക്കുക. ദെൻ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന്റെ പ്രോബ്ലം, അതായത് P0/Q0 ഇൻറ്റു ഡെൽറ്റ P/ΔQ. ഓക്കെ, ഡെൽറ്റ P/ΔQ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ച് ചെയ്യാം. ദെൻ ഇലാസ്റ്റിറ്റി, ഇതിന്റെ തന്നെയാണ് പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ പ്രോബ്ലത്തിലെ ഇലാസ്റ്റിറ്റി ഓഫ് എ ഡിമാൻഡ് കർവ്. അതായത് ഒരു ഡിമാൻഡ് കർവ് തന്നിട്ട് ഇവിടെ ഒക്കെ എത്രയാണ് ഇലാസ്റ്റിസിറ്റി ചോദിക്കും. ഇവിടെ ഇലാസ്റ്റിസിറ്റി 0 ആണ്, ഇവിടെ ഇൻഫിനിറ്റ് ആണ്, ഇവിടെ 1 ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്, ലെസ് ദാൻ 1 ആണ്. 4 മാർക്ക്. Then 5 degrees, 5 degrees of elasticity of demand curve. Perfectly inelastic, perfectly elastic, inelastic, യൂണിറ്റ് ഇലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫിഗറുകളുണ്ട്. ആ ഫിഗറുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ആ ഫിഗറുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത്യാവശ്യം നന്നായി പഠിക്കേണ്ട പാഠമാണ് 2ാം പാഠം. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ട്, ഫിഗറുകൾ കവർ ചെയ്യാനുണ്ട്. ഇനി ഈ ടോപ്പിക്കുകളൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ ക്രാഷ് ബാച്ചിൽ സ്റ്റുഡൻസിനൊക്കെയാണ് നിങ്ങൾക്ക് ഇനിയും അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തിട്ട് ആ ക്ലാസ്സുകളെല്ലാം സെപ്പറേറ്റ് നിങ്ങൾക്ക് വിട്ടു തരും. ഓരോ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും പഠിക്കേണ്ട രീതികളും മിസ്സിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ടുകളെല്ലാം നിങ്ങൾക്ക് വിട്ടു തരും. പഠിക്കേണ്ടത് അതുപോലെ പഠിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ചാപ്റ്റർ 3ലേക്ക് കടക്കാം. ചാപ്റ്റർ 3 എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലെ പ്രോബ്ലം ആണ്. ഇവിടെ നമുക്ക് TP, AP, MP കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം. അത് 2 മാർക്കിനാണ് മാക്സിമം ചോദിക്കാറുണ്ട്. 2 മാർക്സിന്റെയാണ് ക്വസ്റ്റ്യൻ. പിന്നീടാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ, ഫിഗർ, സ്റ്റേജ്, റിലേഷൻ. ഇപ്പൊ TP, AP, MP എന്ന് വെച്ചാൽ നമുക്ക് TP തരും. എന്നിട്ട് നമ്മളോട് AP കണ്ടുപിടിക്കാൻ പറഞ്ഞാല് TP/Q, MP കണ്ടുപിടിക്കാൻ പറഞ്ഞാല് TP2 മൈനസ് TP1, രണ്ടാമത്തെ TP മൈനസ് ഒന്നാമത്തെ TP. ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്താണ്, അതിന്റെ ഒരു ഡെഫിനിഷൻ, ഒരു സെന്റൻസ് പഠിച്ചാൽ മതി. അവിടെ സെന്റൻസ് അത്യാവശ്യം എളുപ്പമാണ്. അതായത് വെൻ മോർ ആൻഡ് മോർ വാരിയബിൾ ഇൻപുട്ട് ആഡഡ് ടു ഫിക്സ്ഡ് ഇൻപുട്ട്, അതായത് ഒരുപാട് വാരിയബിൾ ഇൻപുട്ടുകൾ
ഫിക്സ്ഡ് ഇൻപുട്ടിന്റെ കൂടെ കൂട്ടും തോറും ദ TP AP MP will be increased up to a point after that decline. എന്ന് വെച്ചാൽ എന്താ, ഒരു പോയിന്റ് വരെ മാത്രമാണ് MP ഒക്കെ കൂടുള്ളൂ, പിന്നീട് അത് ഡിക്ലൈൻ ചെയ്യുന്നു. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. ഇത് ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഒരു ഫിഗർ വരയ്ക്കാനുണ്ട്. ഫിഗർ നിങ്ങൾക്കറിയോ, നമ്മുടെ ലോ ഓഫ് വാരിയബിളിന്റെ ഫിഗർ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. TP ഇതാണ് TP, MP താഴത്തോട്ട് പോകണം, AP നമുക്ക് ഇതാ ഇങ്ങനെ വരണം. ഇതാണ് ഫിഗർ. ഈ കൂട്ടിമുട്ടിയത് ഫസ്റ്റ് സ്റ്റേജ്, ഇവിടെ ഒരു കൂട്ടിമുട്ടിയത് സെക്കൻഡ് സ്റ്റേജ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആൻഡ് തേർഡ് സ്റ്റേജ്. ഓരോ സ്റ്റേജുകൾക്കും പേരുണ്ട്. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ, ഡിമിനിഷിംഗ് റിട്ടേൺ ടു ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ. അതിൽ ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എഴുതണം. ദെൻ റിലേഷൻ എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TP AP MP ഒക്കെ റിലേഷൻഷിപ്പ്. അത് ഈ ഫിഗർ വെച്ചിട്ട് നമ്മൾ പഠിക്കാം. ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ തെറ്റിയിട്ടും പേരൊക്കെ മാറ്റിയിട്ടൊക്കെ നമുക്ക് തരാം. ദെൻ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് റിട്ടേൺ ടു സ്കെയില്. അവിടെ ഇതേപോലെ ഡെഫിനിഷനും ഫിഗറും സ്റ്റേജസും ഉണ്ട്. അതിന്റെ ഫിഗർ ഇത് എത്രയുള്ള ഒരു വീട് പോലെ വരച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ടു സ്കെയിലിന്റെ ഫിഗർ ആയി. ഇത് ഇൻക്രീസിംഗ് റിട്ടേൺ, ഡിമിനിഷിംഗ് കോൺസ്റ്റന്റ് ആൻഡ് ഡിമിനിഷിംഗ്, 3 സ്റ്റേജ്. പിന്നെ കോസ്റ്റിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് TC തന്നിട്ടുണ്ടാവാം, തരാതിരിക്കാം. TFC കണ്ടുപിടിക്കുക, TVC കണ്ടുപിടിക്കുക, SMC കണ്ടുപിടിക്കുക, SAC കണ്ടുപിടിക്കുക, AFC AVC ഇതൊക്കെ കണ്ടുപിടിക്കുക. 8 മാർക്കിനെ ചോദിച്ചിരുന്നേ, പക്ഷെ ഇപ്പൊ ഇത് 5 മാർക്കിൽക്കൊക്കെ തള്ളപ്പെട്ടിരിക്കുകയാണ്. നല്ല എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് മാക്സിമം 8 മാർക്കൊക്കെ എല്ലാ സ്റ്റുഡൻസിനും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. അത് ചോദിക്കില്ല എന്നല്ല, പക്ഷെ മാർക്കിന്റെ ഒരു വലിപ്പം അങ്ങോട്ട് കുറഞ്ഞ് ഷോർട്ട് ആൻസറിലേക്ക് പോയി. ദെൻ കോസ്റ്റ് കർവുകൾ എന്ന് പറയുമ്പോൾ TFC, ഇവിടുത്തെ TVC, ഇവിടുത്തെ TC, പിന്നെ SMC AVC SAC എന്നൊക്കെ പറഞ്ഞിട്ട് കോസ്റ്റ് കർവുകൾ പഠിക്കുക. ദെൻ കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചാൾസ് കോബും പോൾ ഡോഗ്ലസ് എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ടാക്കിയ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതായത് X1 ആൽഫ ഇൻറ്റു X2 ബീറ്റ. ഇതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിൽ ആൽഫയും ബീറ്റയും ആഡ് ചെയ്ത് 1 കിട്ടുന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിലാണ്. ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിലാണ്. ലെസ് ദാൻ 1 ആണ് എങ്കിൽ ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, അതായത് 1 താഴെയാണ് എങ്കിൽ. ഓക്കെ, ഇത്രയാണ് ആ 3-ാം പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇതൊന്നും പഠിക്കാത്തവർ വേഗം പോയി പഠിച്ചു. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ വേഗം പോയി പഠിച്ചു കേട്ടോ. ദെൻ ചാപ്റ്റർ 4 എന്ന് പറയുമ്പോൾ നമ്മുടെ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അത്യാവശ്യം കണ്ടന്റ് ഉണ്ട് കണ്ടോ, അത്യാവശ്യം നന്നായി കണ്ടന്റ് ഉള്ള ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. ഇവിടെ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിത്ത് ഓർ വിത്തൗട്ട് എക്സ്പ്ലനേഷൻ. 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് വിത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട, ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. ഒരു 5 മാർക്കിലൊക്കെ ടോപ്പിക്ക് പോവുകയാണെങ്കിൽ യു ഷുഡ് എക്സ്പ്ലെയിൻ ദം. ഒരു 5-10-9 ഫീച്ചേഴ്സ് ഉണ്ട്. ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പകുതി മാർക്കാണ് കിട്ടുക. പക്ഷേ ഭൂരിഭാഗം സ്റ്റുഡൻസിനും ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടും ഫുൾ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പല സ്കൂളുകളിലെ സ്റ്റുഡൻസിനെ അറിയാം, അവിടെ ആൻസർ ഷീറ്റ് നോക്കിയിട്ട് നമ്മൾ കണ്ടുള്ളതാണ്. ഇപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, freedom of entry and exit, no transportation cost, no selling cost, perfect knowledge about the market and perfect mobility about the market, price taker, അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു 8-9 ചില ടെക്സ്റ്റ് വൈസ് വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾ എങ്ങനെ ഒരു 8-9 പോയിന്റുകൾ പഠിക്കുക കേട്ടോ. ദെൻ TR AR MR പ്രോഫിറ്റ്, ഇതിന്റെ പ്രോബ്ലം ആണ് ചോദിക്കുക. 3 മാർക്കിനൊക്കെയാണ്. TR എന്നിട്ട് AR കാണാൻ എന്താ ചെയ്യുക? TR/Q ആണ്. ഇനി കോസ്റ്റ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? TR - TC ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. പിന്നെ MR എങ്ങനെ കാണാം? TR2 - TR1, രണ്ടാമത്തെ TR ഒന്നാമത്തെ TR മൈനസ് ചെയ്യാം. ഓക്കെ, ദെൻ പ്രൈസ് ലൈന്, TR കർവുകൾ എങ്ങനെയാണ്? ഇതാണ് പ്രൈസ് ലൈന്, ഇവിടുന്ന് വരയ്ക്കുന്നതാണ് TR കർവ്. കണ്ട TR കർവ്, പ്രൈസ് ലൈന്. ഇവിടെ എന്താണ് വേറെ ഒരെണ്ണം കൂടി നിങ്ങൾ പഠിക്കേണ്ടത്? TR = AR + AR = MR. അതായത് TR കർവും AR കർവും പ്രൈസ് ലൈനും എല്ലാം സെയിം ആയിരിക്കും. TR അല്ല കേട്ടോ, പ്രൈസ് ലൈൻ. P = MR = AR കേട്ടോ. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ വൺ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷനിൽ നിങ്ങൾ ഫിഗർ വരയ്ക്കണം. 3 കണ്ടീഷൻസ് ആണുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കണ്ടീഷൻ P = MC.
അതായത് പ്രൈസ് ലൈൻ ഈക്വൽ ടു ദ MC. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇതാണ് SLC കർവ്, ഇതാണ് പ്രൈസ്. കണ്ട P ഈക്വൽ ടു MC 2 പോയിന്റ് ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ MC ഷുഡ് ബി ഇൻക്രീസിങ്. ഈ MC കർവ് എപ്പോഴും ഇൻക്രീസിങ് തന്നെ ആയിരിക്കണം. MR കർവിനെ ഫ്രം ബിലോന്ന് കട്ട് ചെയ്യണം. ഇതാണ് MR കർവ്, താഴെ നിന്ന് കട്ട് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റാണ് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തത് പ്രൈസ് ലൈൻ ഷുഡ് ബി മിനിമം ഓർ ഈക്വൽ ടു ഈ മിനിമം പോയിന്റ് ഓഫ് AVCയുടെ മിനിമം പോയിന്റിന്റെ മേലെ ആയിരിക്കണം ആര് നമ്മുടെ പ്രൈസ് ലൈൻ. കണ്ടോ, ഇങ്ങനെ 3 പോയിന്റ് 3 കർവുകളൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് കിട്ടി. എന്താണ് പ്രോഫിറ്റ് എന്നൊക്കെ എഴുതാം അതിൽ കേട്ടോ. 8 മാർക്കിനാണ് ചോദിക്കാറ്. അപ്പൊ എന്താണ് പ്രോഫിറ്റ് എന്ന് എഴുതാം. PR - TC ആണ് പ്രോഫിറ്റ് എന്നൊക്കെ എഴുതാം. പിന്നെ ഷട്ട് ഡൗൺ പോയിന്റ് എന്താണെന്ന് പഠിക്കാം. 3 മാർക്കിന് വരും. മിനിമം പോയിന്റ് ഓഫ് AVC ആണ് ഷട്ട് ഡൗൺ പോയിന്റ്. ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വെച്ചാൽ ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ്. അതായത് TR ഈക്വൽ ടു TC. അതായത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്തൊരവസ്ഥയാണ് എന്ത് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നോ ലോസ് നോ പ്രോഫിറ്റ് ആണ്. അത് പറയുന്നത് മിനിമം പോയിന്റ് ഓഫ് SAC ആണ്. ഇത് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഫിഗറുകൾ ഉണ്ട്, അത് വരയ്ക്കാൻ പഠിക്കണം. ദെൻ സപ്ലൈ കർവിന്റെ ഫാക്ടേഴ്സ്, ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്ന് ചോദിച്ചാലും ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാലും സെയിം ആണ്. ഇവിടെ സപ്ലൈയില് ഡിമാൻഡിനെ പഠിച്ച പോലെ തന്നെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഷിഫ്റ്റും പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം നിങ്ങൾ അതിൽ നോക്കണം. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് എ ഫേം സപ്ലൈ. ഒരു ഫേമിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിന്റെ ഓൺ പ്രൈസ്, ടെക്നോളജി, യൂണിറ്റ് ടാക്സുകൾ, പിന്നെ ഒരു പോയിന്റും കൂടി ഉണ്ടായിരുന്നു. 4 പോയിന്റ് ഉണ്ടാവും കേട്ടോ. ഇത്രയും നിങ്ങൾ 4ാം പാർട്ടിൽ പഠിക്കണം. നിങ്ങൾ മിസ് എന്തോരാ പഠിക്കാനുള്ള? എങ്ങനെയല്ല, നമുക്ക് മോഡൽ എക്സാം ആണ്. മോഡൽ എക്സാമിന് എല്ലാം കവർ ചെയ്യണ്ടേ, എന്നാലും നമുക്ക് ഫൈനൽ എക്സാം നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാം നല്ല പോലെ കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ലാസ്റ്റ് 5th ചാപ്റ്ററിലേക്ക് പോവാണ്. മൈക്രോ സെക്ഷൻ മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. മൈക്രോ നമ്മൾ ഇത് മാക്രോ 2ാമത്തെ പാർട്ടായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചെയ്യും. അപ്പോൾ മൈക്രോയിലെ 5th ചാപ്റ്റർ 5 മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്. എന്താണ് ഇക്വിലിബ്രിയം പോയിന്റ് അതറിയണം. എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം? ദ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ. മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് ഇക്വിലിബ്രിയം. ഇതാണ് സപ്ലൈ കർവ്, ഇതാണ് ഡിമാൻഡ് കർവ്. ഇവിടെ ക്വാണ്ടിറ്റി, ഇവിടെ പ്രൈസ്. ഇതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ. ഇതിന്റെ മേലെ ഇവിടെ സപ്ലൈ ആണ് കൂടുതൽ, ഡിമാൻഡ് കുറവാണ്. സോ എക്സസ് സപ്ലൈ. ഇവിടെ വരുമ്പോൾ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണ്. സോ അത് എക്സസ് ഡിമാൻഡ്. എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, ഇതൊക്കെയാണ് എന്താന്ന് ചോദിക്കും. ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായി. പിന്നെ ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കാണാനുള്ള ഒരു പ്രോബ്ലം, QD ഈക്വൽ ടു QS വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നമുക്ക് കണ്ടുപിടിക്കണം. അതിനുശേഷം പ്രൈസ് സീലിംഗ് ഫിഗർ, പ്രൈസ് ഫ്ലോർ ഫിഗർ, ഇതിന്റെ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഒരു ബോക്സ് ഒക്കെ വരച്ച് വെച്ചിട്ട് വേണം ഡിഫറൻസ് ചെയ്താൽ. പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോർ. ഇവിടെ പ്രൈസ് സീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ പ്രൈസ് ആയിരിക്കും, ഇവിടെ ലോവർ പ്രൈസ് ആയിരിക്കും. ഇവിടെ ഡിമാൻഡ് ആണ് കൂടുന്നത്. പ്രൈസ് സീലിംഗിൽ എക്സസ് ഡിമാൻഡ് ആണ് വരിക. ഇവിടെ നമുക്ക് എക്സസ് സപ്ലൈ ആണ് വരിക. പിന്നെ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സ്, ഇവിടെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഇവിടെ നമുക്ക് വരുന്നത് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അങ്ങനെ കുറച്ച് ഡിഫറൻസുകൾ ഇങ്ങനെ പഠിക്കാം. പ്രൈസ് സീലിംഗ് എന്താണ് സെപ്പറേറ്റ് ചോദിക്കും 4 മാർക്കിന്. പ്രൈസ് ഫ്ലോർ സെപ്പറേറ്റ് ചോദിക്കും. അതിന്റെ ഫിഗർ ഇതാ ഇങ്ങനെയാണ് വരിക കേട്ടോ. സീലിംഗിന്റെ പ്രൈസ് സീലിംഗ് ഇങ്ങനെയായിരുന്നു. പിന്നെ പ്രൈസ് കുറച്ചപ്പോൾ ഇതാണ് സീലിംഗ്. പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂട്ടുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റിൽ അവിടെ പ്രൈസ് കൂട്ടിയപ്പോൾ ഇതാണ് ഫിഗർ. 2 ഫിഗറും അറിയാം. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സിൽ ഇത്രയൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓരോ പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. ഓരോ പാഠങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഇതിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന്റെ തലേദിവസം നമുക്ക് ഇമ്പോർട്ടൻസ് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ മൈക്രോയുടെ 5 പാഠം നിങ്ങൾക്ക് ഓക്കെ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്രാഷ് ബാച്ചിലെ സ്റ്റുഡൻസിന് 5 പാഠം നമ്മൾ എടുത്തു കഴിഞ്ഞ് ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തതാണ്. അവർ പഠിക്കുക. ഓരോ പാഠങ്ങളും നിങ്ങൾക്ക് ഇനിയും അറിയില്ല എങ്കിൽ മിസ്സിന്റെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതായത് ഇതുവരെ ക്ലാസ്സുകളൊന്നും അറിയില്ല, പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് ഈ ടോപ്പിക്കുകളൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ടെൻസ്ഡ് ആണ്, ഒരു പാഠം വായിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല മിസ് എന്നൊക്കെ ഉള്ളവർക്ക് നമ്മൾ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് തുടങ്ങി. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും കേട്ടോ. ദെൻ നമ്മൾ മോഡൽ എക്സാമിന് ശേഷമാണ് 10 ഡേയ്സിൻ്റെ ഒരു ക്ലാസ് പറഞ്ഞ് വിചാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇനി ഓരോ വീഡിയോയിൽ അറിയിക്കും. ഓക്കെ എവ്രിവൺ,
അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.